My fellow New Yorkers, today begins a new era. I stand before you, moved by the privilege of taking this sacred oath, humbled by the faith that you have placed in me, and honored to serve as either your 111th or 112th mayor of New York City. But I do not stand alone. I stand alongside you, the tens of thousands of you gathered here in Lower Manhattan, warmed against the January chill by the resurgent flame of hope. I stand alongside countless more New Yorkers watching from cramped kitchens in Flushing and barbershops in East New York, from cell phones propped against the dashboards of parked taxicabs at LaGuardia, from hospitals in Mott Haven and libraries in El Barrio that have too long known only neglect. I stand alongside construction workers in steel-toed boots and halal cart vendors whose knees ache from working all day. I stand alongside neighbors who carry a plate of food to the elderly couple down the hall, those in a rush who still lift strangers' strollers up subway stairs, and every person who makes the choice day after day, even when it feels impossible, to call our city home. I stand alongside over 1 million New Yorkers who voted for this day nearly 2 months ago. And I stand just as resolutely alongside those who did not. I know there are some who view this as... Hi all friends, welcome to MTM Political Talk. അപ്പോൾ നമ്മുടെ ന്യൂയോർക്ക് മേയർ മംദാനി സ്ഥാനമേറ്റു. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരുന്നു. ആ ഇലക്ഷൻ ടൈമിലും അദ്ദേഹം ഒരു മേയർ തിരഞ്ഞെടുപ്പ് ലോകത്തിന്റെ ശ്രദ്ധ ഇത്രയും ആകർഷിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ ഈ ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹം വിജയിച്ചു. അതിനുശേഷവും വീഡിയോ ചെയ്തിരുന്നു. അവരുടെ നാട്ടിലെ രീതി അനുസരിച്ച് വിജയം ഇപ്പോൾ കഴിഞ്ഞിട്ട് മാസങ്ങളായി എങ്കിലും അവരുടെ നമ്മുടെ നാട്ടിലെ മാതിരി പിറ്റത്തെ അടുത്ത ദിവസങ്ങളിൽ ചാർജ് എടുക്കുന്ന രീതിയല്ല. അവരുടെ രീതി അനുസരിച്ച് ആ ഡേറ്റ് വരെ കാത്തിരിക്കുകയാണ്. ആ ഡേറ്റിന് മുന്നേ ഇലക്ഷൻ നടത്തി ആളെ തിരഞ്ഞെടുത്ത് പിന്നെ കാത്തിരിപ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസരം ജനുവരി 1-നാണ്. ആ ജനുവരി 1 അദ്ദേഹം ചാർജ് എടുത്തിരിക്കുകയാണ്. ഇന്നലെ അതിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ അവിടെ നടന്നു. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. അത് കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണ് എന്നുണ്ടെങ്കിലും ഒരു മേയർ തിരഞ്ഞെടുപ്പ് ഇത്രയും ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് തീർച്ചയായും ഇത് ആദ്യം തന്നെയായിരിക്കും. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വാദം, ഞാൻ നിങ്ങളുടെ മേയർ. ന്യൂയോർക്കിനെ സാക്ഷി നിർത്തി സഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ മേയറായി സ്ഥാനമേറ്റു. ഞാൻ നിങ്ങളുടെ മേയർ, വീണ്ടും വീണ്ടും അദ്ദേഹം എടുത്തു പറഞ്ഞു. നിങ്ങൾ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, ഒരിക്കലും ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിമറയില്ല, എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഇത്രയും പ്രസക്തമായ ഭാഗങ്ങളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. തന്റെ ആശയത്തിലും ആദർശത്തിലും താൻ ഉറച്ചു നിലകൊള്ളുമെന്നും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഭരിക്കും. അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു പ്രധാന ഘടകം അത് തന്നെ. ഈ വർഷം മുൻപ് വെറും അറിയപ്പെടാത്ത ഒരു സംസ്ഥാന അസംബ്ലി അംഗമായിരുന്നു ഈ 34-കാരനായ മംദാനി. താഴെത്തട്ടിൽ നിന്നാണ് ഏറ്റവും വലിയ നഗരത്തിന്റെ മേയർ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഏതായാലും ഒരു അസംബ്ലി മെമ്പറായിരുന്ന അദ്ദേഹം അത് അധികം അറിയപ്പെട്ടില്ല എങ്കിലും ഇന്ന് ലോകം അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിയുടെ മേയറായി അദ്ദേഹം ചാർജ് എടുത്തിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ നമുക്ക് നേരാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഇതിന്റെ മുൻപോക്കമായി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഇതിനെപ്പറ്റി വിശദമായിട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തീർച്ചയായും ലോകം അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ
മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.